തമിഴകത്തിന് പ്രിയപ്പെട്ട നടനായ സൂര്യയ്ക്ക് മറ്റു ഭാഷകളിലും നിരവധി ആരാധകരുണ്ട്. സിനിമയ്ക്കപ്പുറം ഓഫ് സ്ക്രീനിലെ സൂര്യയുടെ പ്രതിച്ഛായയ്ക്ക് അന്നും ഇന്നും ഒരു കോട്ടവും വന്നിട്ടില്ല. സാമൂഹിക പ്രതിബദ്ധതയുള്ള നടനാണ് സൂര്യയെന്ന് ഉദാഹരണങ്ങൾ സഹിതം ആരാധകർ ചൂണ്ടിക്കാട്ടാറുണ്ട്. ഇന്ന് സൂര്യ തിരഞ്ഞെടുക്കുന്ന സിനിമകളിലും ഈ മാറ്റം പ്രകടമാണ്. സിനിമയ്ക്ക് പുറമെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സൂര്യയും കുടുംബവും ചെയ്യുന്നുണ്ട്. ഇപ്പോഴിതാ സൂര്യ തന്നെ സഹായിച്ചതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ മണി ഭാരതി. നടൻ അഭിനയിച്ച നേർക്കുനേർ, പൂവല്ലം, കേട്ടുപ്പാർ തുടങ്ങിയ സിനിമകളിൽ സഹസംവിധായകനായി മണി ഭാരതി പ്രവർത്തിച്ചിട്ടുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് സൂര്യ ചെയ്ത സഹായത്തെക്കുറിച്ചാണ് മണി ഭാരതി തുറന്നു പറഞ്ഞത്. സൂര്യ എത്രയോ ഉയരത്തിലെത്തി, എന്നാൽ ഇപ്പോഴും എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കും. എൻ്റെ ഭാര്യയെക്കുറിച്ചെല്ലാം ചോദിക്കും. നേർക്കുനേർ എന്ന സിനിമ കഴിഞ്ഞ ഉടനെയാണ് ഞങ്ങൾ വിവാഹിതരായത്. അന്ന് സൂര്യ വീട്ടിലേക്ക് വിളിച്ച് എനിക്കും ഭാര്യയ്ക്കും വിരുന്ന് നൽകി. അദ്ദേഹത്തിൻ്റെ അമ്മ എൻ്റെ ഭാര്യയ്ക്ക് സാരിയും എനിക്കുള്ള ഡ്രസ്സുകളും സമ്മാനിച്ചു. ഇന്നും എവിടെ വെച്ച് കണ്ടാലും സൂര്യയും കുടുംബത്തെക്കുറിച്ച് അന്വേഷിക്കും. 4-5 വർഷത്തിന് മുമ്പ് എൻ്റെ മകൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കാലം. അവസാന വർഷം എനിക്ക് ഫീസ് നൽകാനായില്ല. എല്ലാ വർഷവും 1 ലക്ഷം രൂപ അടയ്ക്കണം. ആരോട് ചോദിക്കുമെന്ന് ആലോചിച്ച സംവിധായകൻ ലിംഗുസ്വാമിക്കും അന്ന് മോശം സമയമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ തന്നേനെ. എന്തു ചെയ്യുമെന്ന് ആലോചിച്ചിരിക്കവേ സൂര്യയോട് ചോദിച്ചാലോ എന്ന് ചിന്തിച്ചു. അദ്ദേഹത്തോട് അതുവരെ ഒരു സഹായവും ചോദിച്ചിരുന്നില്ല. മാനേജർമാർ മുഖേന പോയാൽ നടക്കാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ നമ്പർ കണ്ടുപിടിച്ചു. ഒരു മെസ്സേജ് മാത്രം അയച്ചു. 5 മിനിറ്റിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ആൾ വിളിച്ചു. കോളേജിൻ്റെ വിവരങ്ങൾ അയക്കാൻ പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ സൂര്യയുടെ ഓഫീസിൽ നിന്നും കോൾ വന്നു. DD റെഡി ആയിട്ടുണ്ട്, കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ബോംബെയിൽ വേറെ ഏതോ സിനിമയുടെ ഷൂട്ടിങ്ങിലാണ്. അത്രയും തിരക്കിലും മറക്കാതെ എനിക്ക് വേണ്ടി സഹായം ചെയ്തു. ഫീസ് അടച്ച ശേഷം സൂര്യയ്ക്ക് മെസ്സേജ് അയച്ചു. ഓൾ ദി ബെസ്റ്റ് എന്ന് മറുപടി വന്നു. ഒപ്പം ആർക്കൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന വാചകവും. സൂര്യയുടെ നല്ല മനസ്സ് തന്നെ ആശ്ചര്യപ്പെടുത്തിയെന്നും മണി ഭാരതി വ്യക്തമാക്കി. ഒരു തമിഴ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഇതേ അഭിമുഖത്തിൽ സൂര്യയുടെ ഭാര്യ നടി ജ്യോതികയെക്കുറിച്ചും മണി ഭാരതി സംസാരിക്കുന്നുണ്ട്. ജ്യോതികയുടെ ആദ്യ തമിഴ് സിനിമ പൂവെല്ലാം കേട്ടുപാറിനെ കുറിച്ചാണ് മണി ഭാരതി സംസാരിച്ചത്. സംവിധായകൻ വസന്ത് ജ്യോതികയെ വഴക്കു പറയുമായിരുന്നെന്നും നടി സിനിമ ഉപേക്ഷിച്ചു പോകാൻ തുനിഞ്ഞിരുന്നെന്നും മണി ഭാരതി തുറന്നു പറഞ്ഞു.